നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാരിരുമ്പിനെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കി കാസ്റ്റ് അയൺ തയ്യാർ ചെയ്യുന്നത് ഏത് ഫർണസ് ഉപയോഗിച്ചാണ്? അതിൻ്റെ ഉത്തരം കുപ്പോള ഫർണസ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീഡിയം കാർബൺ സ്റ്റീലിൽ -% കാർബൺ അടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഉത്തരം 0.25% മുതൽ 0.7% വരയ്ക്ക്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈനാമോയുടെ കോർ ഭാഗം നിർമ്മിക്കാൻ ഏതു പദാർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം റോട്ട് അയൺ. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ലോഹക്കൂട്ടാണ് സൂപ്പർ ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് അറിയപ്പെടുന്നത്? അതിൻ്റെ ഉത്തരം കൊബാൾട്ട് ഹൈ സ്പീഡ് സ്റ്റീൽ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണുപ്രസരണം തടയാനുള്ള ഇൻസുലേറ്ററായി ഉപയോഗിക്കാവുന്നത് ഡാഷ് ആകുന്നു. അതിൻ്റെ ഉത്തരം ലെഡ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈപ്പർ യൂട്ടോട്ടോഡ് സ്റ്റീൽ അനിലിംഗ് പ്രക്രിയയ്ക്ക് വിധേയമാക്കുമ്പോൾ എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ചൂടാക്കുന്നു? അതിൻ്റെ ഉത്തരം ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലേക്കും 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റീലിനെ നോർമലൈസിങ് പ്രോസസ്സിന് വിധേയമാക്കിയ ശേഷം ഏത് മീഡിയം ഉപയോഗിച്ചാണ് തണുപ്പിക്കുന്നത്? അതിൻ്റെ ഉത്തരം സ്റ്റിൽ എയർ, അതായത് സാധാരണ വായുവിൽ ഉപയോഗിച്ചിട്ട്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്തിനെയാണ് ഫെറൈറ്റ് എന്ന് പറയുന്നത്? ഫെറൈറ്റ് എന്ന് പറഞ്ഞാൽ 0% കാർബൺ അടങ്ങിയ പിഗ് അയണെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെറൈറ്റ് എന്ന് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർബറൈസിംഗ് പ്രക്രിയയ്ക്ക് ആവശ്യമായ കാർബൺ ഏത് അവസ്ഥയിലാണ് എത്തിച്ചു കൊടുക്കുന്നത്? അതിൻ്റെ ഉത്തരം ഗരം, ദ്രാവകം, വാത, ഏതവസ്ഥയിലും 3 അവസ്ഥയിലുമാണ് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകളിൽ ഉപ്പുവെള്ളം തീവ്രമായ ശമനഫലം ഉളവാക്കാൻ ഉള്ള കാരണം? അതിൻ്റെ ഉത്തരം ശുദ്ധജലത്തേക്കാൾ കൂടുതൽ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ഉള്ളതുകൊണ്ട്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർജിങ്ങിൻ്റെ ഹെർത്ത് ഭാഗം ഡാഷ് എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം റിഫ്രാക്ടറി ബ്രിക്സ്, കളിമണ്ണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാച്ചുറൽ ടാക്സിൻ്റെ ദ്രവണാങ്കം ഡാഷ് ആകുന്നു. അതിൻ്റെ ഉത്തരം 1500 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർജിങ് ചെയ്യുമ്പോൾ ഒരു കമ്പിയെ ലംബമായി പിടിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. അതിൻ്റെ ഉത്തരം റൗണ്ട് ടോങ്സ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർജിങ്ങിൽ ഒരു വർക്കിനെ സമകോണായി വളയ്ക്കാൻ ആൻവില്ലിൻ്റെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഉത്തരം ടൈൽ സ്ക്വയർ ബീക്ക്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതു താപത്തിൽ സ്റ്റീൽ ആളിക്കത്തും? അതിൻ്റെ ഉത്തരം 1300 ഡിഗ്രി സിന് മുകളിൽ. ഡി ആണ് കറക്റ്റ് ആൻസർ. നിരന്തരം ഉപയോഗിക്കുന്ന ഫോർജിങ് ടൂളായ ഹാർഡി, ഹോട്ട് സെറ്റ് എന്നിവ എന്തിനാണ് ഇടയ്ക്കിടെ വെള്ളം ഉപയോഗിച്ച് തണുപ്പിക്കുന്നത്? അതിൻ്റെ ഉത്തരം അവയുടെ ഹാർഡ്നെസ് നഷ്ടപ്പെടാതിരിക്കാൻ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർജിങ്ങിൽ എത്ര തരത്തിലുള്ള അപ്സെറ്റ് ആണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഉത്തരം 3 തരം. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർജിങ്ങിലെ ഡ്രോയിങ് ഔട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 1, 2 അഥവാ 3 പ്രഹരത്തിന് ശേഷം ഡാഷ് ഉണ്ടാകാതിരിക്കാൻ വർക്കിനെ 180 ഡിഗ്രി തിരിക്കണം. അതിൻ്റെ ഉത്തരം സാങ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർജിങ്ങിൽ ജമ്പിങ് എന്നാൽ എന്താണ്? സി ആണ് കറക്റ്റ് ആൻസർ. ഒരു പീസ് ഓഫ് സ്റ്റോക്കിൻ്റെ മുഴുവനായ അപ്സെറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജമ്പിങ് എന്ന് പറയുന്നത്. സി ആണ് കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വേജ് ബ്ലോക്ക് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം മാലബിൾ കാസ്റ്റ് അയൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീറ്റ് മെറ്റൽ വർക്കിങ്ങിൽ അധിക വേസ്റ്റ് നീക്കം ചെയ്യേണ്ടി വരുന്ന ബാഹ്യ വളവുകൾ, സ്ട്രെയിറ്റ് കട്ട് എന്നിവയ്ക്കും സ്ട്രെയിറ്റ് സ്നിപ്സ് ഉപയോഗിക്കുന്നത് അതിൻ്റെ എന്ത് പ്രത്യേകത കൊണ്ടാണ്? അതിൻ്റെ ഉത്തരം ലംബതലത്തിൽ മാത്രം സുശക്തമായ അവയുടെ നേർത്ത ബ്ലേഡുകൾ. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീറ്റ് മെറ്റൽ വർക്കിങ്ങിൽ ഹാൻഡ് ഷിയർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റാത്ത ഷീറ്റുകൾ എന്ത് ഉപകരണം ഉപയോഗിച്ചാണ് മുറിക്കുന്നത്?
അതിൻ്റെ ഉത്തരം ലിവർ ഷിയർ കൊണ്ട്. ഡി ആണ് അതിൻ്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീറ്റ് മെറ്റൽ മാർക്കിങ്ങിൽ ഷീറ്റിൽ വലിച്ചു നീട്ടൽ, ഹാമറിംഗ് എന്നിവ ചെയ്യുവാൻ ഡാഷ് ഉപയോഗിക്കാം. അതിൻ്റെ ഉത്തരം എൻ ഫേക്ക്ഡ് മാലറ്റ്. എൻ ഫേക്ക്ഡ് മാലറ്റ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീറ്റ് മെറ്റൽ വർക്കിങ്ങിൽ ഉപയോഗിക്കുന്ന സ്നിപ്സുകളെ അവയുടെ ഡാഷും ഡാഷും എന്നിവ കൊണ്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരം മൊത്തത്തിലുള്ള ദൈർഘ്യം, ബ്ലേഡിൻ്റെ ആകൃതി. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീറ്റ് മെറ്റൽ വർക്കിങ്ങിൽ ഉപയോഗിക്കുന്ന സ്ക്രൈബറിൻ്റെ ടാപ്പർ ആംഗിൾ എത്രയാണ്? അതിൻ്റെ ഉത്തരം 15 മുതൽ 20 ഡിഗ്രി. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീറ്റ് മെറ്റൽ വർക്കിങ്ങിൽ വലിയ വ്യാസത്തിലുള്ള വൃത്തം, ആർക്ക് എന്നിവ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഡാഷ് ആണ്. അതിൻ്റെ ഉത്തരം ബീം കോമ്പസ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീറ്റ് മെറ്റൽ വർക്കിങ്ങിൽ ഉപയോഗിക്കുന്ന മെച്ചപ്പെട്ട തരത്തിലുള്ള സ്റ്റേക്കുകൾ ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം കാസ്റ്റ് അയൺ അഥവാ കാസ്റ്റ് സ്റ്റീൽ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീറ്റ് മെറ്റൽ വർക്കിങ്ങിൽ ഹെമ്മിങ് എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം മടക്കൽ പ്രക്രിയ മൂലമുണ്ടാകുന്ന അരിക് അഥവാ ഓരം. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീറ്റ് മെറ്റൽ വർക്കിങ്ങിൽ ഡബിൾ ഗ്രൂവ്ഡ് സീം ജോയിൻറ്റിനു നൽകുന്ന മുഴുവൻ അലവൻസ് ഏത് സൂത്രവാക്യം മൂലം കണ്ടുപിടിക്കാം? അതിൻ്റെ ഉത്തരം 4W + 4T. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീറ്റ് മെറ്റൽ വർക്കിങ്ങിൽ ഉണ്ടാവുന്ന സീമുകളിൽ കാർപ്പൻട്രിയിലെ ഡിവൈഡറിൽ ജോയിൻറ്റിനു സമാനമായ സീം ഏതാണ്? അതിൻ്റെ ഉത്തരം ഡബിൾ ഗ്രൂവ്ഡ് സീം. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്യാസ് വെൽഡിംഗ് ചെയ്യുന്നതിന് സിലിണ്ടർ വാൾവ് എങ്ങനെയാണ് തുറക്കേണ്ടത്? അതിൻ്റെ ഉത്തരം സാവധാനമായും 1.5 ടേൺ കവിയാതെയും. സോ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സി അസിറ്റിലിൻ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ ഓക്സിജൻ ഗ്യാസ് എത്ര മർദ്ദത്തിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? അതിൻ്റെ ഉത്തരം 120 മുതൽ 150 kg/cm² വരയ്ക്ക്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സി അസിറ്റിലിൻ വെൽഡിംഗ് സെറ്റിൽ ഉപയോഗിക്കുന്ന റബ്ബർ ഹോസസ് ഏത് പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? അതിൻ്റെ ഉത്തരം നല്ല ഫ്ലെക്സിബിലിറ്റിയോട് കൂടിയ ഉറച്ച ക്യാൻവാസ് റബ്ബർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതക ഇന്ധനങ്ങൾ ഏതൊക്കെ? അതിൻ്റെ ഉത്തരം അസറ്റിലിൻ, ഹൈഡ്രജൻ, കോൾ ഗ്യാസ്, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്നിവ കൊണ്ട്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്യാസ് ഫ്ലെയിമുകളിൽ 3100°C മുതൽ 3300°C വരെയുള്ള ഫ്ലെയിം താപനില ഏതിനാണ് ഉള്ളത്? അതിൻ്റെ ഉത്തരം ഓക്സി അസറ്റിലിൻ ഗ്യാസ് ഫ്ലെയിമിനാണ് അതുള്ളത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രാസ് വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലെയിം ഏതാണ്? അതിൻ്റെ ഉത്തരം ഓക്സിഡൈസിങ് ഫ്ലെയിം. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന അസറ്റിലിൻ ഗ്യാസിൻ്റെ കോമ്പിനേഷൻ എന്താണ്? അതിൻ്റെ ഉത്തരം 92.3% കാർബണും 7.7% ഹൈഡ്രജൻ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൽഡിംഗ് നോസിലിൻ്റെ സൈസ് എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? അതിൻ്റെ ഉത്തരം ഓറിഫൈസിൻ്റെ വ്യാസം മൂലം. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടിസ്ഥാനപരമായി വെൽഡിംഗ് സ്ഥാനങ്ങൾ എത്ര തരത്തിലുണ്ട്? അതിൻ്റെ ഉത്തരം 4 തരത്തിൽ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൽഡിംഗ് ജോയിൻറ്റുകളുടെ ദൃശ്യ പരിശോധന എത്ര ഘട്ടങ്ങളായാണ് നടത്തേണ്ടത്? അതിൻ്റെ ഉത്തരം 3 ഘട്ടങ്ങൾ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേത്തിൻ്റെ ഏത് ഭാഗത്തിലാണ് ഫീഡ് ലിവർ കാണുന്നത്? അതിൻ്റെ ഉത്തരം അപ്രോൺ ഭാഗത്താണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ലേത്തിലെ ഇൻഡെക്സിംഗ് ടൈപ്പ് ടൂൾ പോസ്റ്റിൽ എത്ര ടൂൾസ് ഘടിപ്പിക്കാം? അതിൻ്റെ ഉത്തരം 4 ടൂൾ മാത്രം. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേത്തിലെ അച്ചുതണ്ട് മുതൽ ബെഡിൻ്റെ മുകൾ ഭാഗം വരെയുള്ള ലംബമായ ദൂരത്തിനു ഡാഷ് എന്ന് പറയുന്നു. അതിൻ്റെ ഉത്തരം
സിങ് ഓവർ ബെഡ് എന്നാണ് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേത്തിൽ സ്പിൻഡിൽ സ്പീഡ് കുറയ്ക്കാൻ ഏത് യൂണിറ്റാണ് കോൺപുള്ളിയുമായി എൻഗേജ് ചെയ്യേണ്ടത്? അതിൻ്റെ ഉത്തരം ബാക്ക് ഗിയർ യൂണിറ്റ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേത്തിലെ 3 ജോ ചക്കിൻ്റെ ബോക്സ് പ്ലേറ്റ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? അതിൻ്റെ ഉത്തരം കാസ്റ്റ് അയൺ. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേത്തിൽ ഉപയോഗിക്കുന്ന ഇൻസേർട്ടർ ബിറ്റ് ടൂളിൻ്റെ ദോഷം എന്താണ്? അതിൻ്റെ ഉത്തരം ടൂളിൻ്റെ റിജിഡിറ്റി കുറവാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെയ്ത്ത് കട്ടിംഗ് ടൂളിൻ്റെ അപ്രോച്ച് ആംഗിളിനെ ഡാഷ് എന്ന് പറയുന്നു. അതിനുത്തരം സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈ സ്പീഡ് സ്റ്റീൽ ടൂൾ ഉപയോഗിച്ച് ലെയ്ത്തിൽ മൈൽഡ് സ്റ്റീൽ ടേൺ ചെയ്യുമ്പോൾ അതിൻ്റെ കട്ടിംഗ് സ്പീഡ് എന്തായിരിക്കും? അതിൻ്റെ ഉത്തരം 35 മുതൽ 50 മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, MT3 എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം മോസ് ടാപ്പർ നമ്പർ 3 എന്നാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൽഫ് ഹോൾഡിംഗ് ടാപ്പേഴ്സിൻ്റെ മാക്സിമം ടാപ്പർ ആംഗിൾ എത്രയാണ്? അതിൻ്റെ ഉത്തരം 3 ഡിഗ്രി. ഡി ആണ് കറക്റ്റ് ആൻസർ.